നമസ്കാരം. മൂലം നക്ഷത്രക്കാരുടെ രഹസ്യങ്ങൾ, സ്വഭാവ സവിശേഷതകൾ, അറിഞ്ഞിരിക്കേണ്ടതായ പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. പരാമർശിക്കുന്നത് പൊതുഫലപ്രകാരമാണ്. അതിനാൽ ജാതകപ്രകാരം ഈ ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ വന്ന് ചേരാവുന്നതുമാണ്. മൂലം നക്ഷത്രക്കാർ ഈ കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോകുന്നതിലൂടെ അവരുടെ ജീവിതത്തിൽ പല മാറ്റങ്ങൾക്കും അത് കാരണമായി തീരും. വന്നു ചേരേണ്ട പല ദുരിതങ്ങളെയും അവർക്ക് തരണം ചെയ്യുവാൻ സാധിക്കും. പ്രധാനമായും ഇവർ മറ്റുള്ളവരാൽ ബഹുമാനിക്കപ്പെടുന്നതായ നക്ഷത്രക്കാരാണ് അഥവാ നക്ഷത്രമാണ്. എന്നാൽ ഇവർ ചെയ്യുന്നതായ ചില അബദ്ധങ്ങളാൽ ഇത്തരം കാര്യങ്ങൾ നഷ്ടപ്പെട്ടു പോകുവാനുള്ള സാധ്യതകളുണ്ട്. അതിനാൽ പ്രവൃത്തികളിൽ വളരെയധികം ശ്രദ്ധ പുലർത്തി മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. ധനസമൃദ്ധി ജീവിതത്തിലേക്ക് വന്നു ചേരാം. അതിന് സഹായകരമായ അവസരങ്ങളാണ് വന്നു ചേരുക. അത് മനസ്സിലാക്കി പ്രവർത്തിക്കുവാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ധനസമൃദ്ധി നൽകുന്ന കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ നിങ്ങൾ ശ്രമിക്കേണ്ടത് അനിവാര്യമാണ്. അതിനാൽ ജീവിതത്തിൽ വന്നു ചേരുന്നതായ അവസരങ്ങൾ ശരിയായ രീതിയിൽ വിനിയോഗിക്കേണ്ടതാകുന്നു. ഒരിക്കലും അത്തരം കാര്യങ്ങൾ ഒഴിവാക്കുവാൻ പാടുള്ളതല്ല. ചില കാര്യങ്ങൾ ചെയ്തു തുടങ്ങിയതിന് ശേഷമാണ് അനുകൂലമായി തീരുക. അതിനാൽ വളരെയധികം ശ്രദ്ധ എല്ലാ കാര്യങ്ങളിലും പുലർത്തുക. മധുര ഭാഷികളാണ് ഇവർ. അതിനാൽ മറ്റുള്ളവരുടെ ഹൃദയങ്ങളിൽ സ്ഥാനം നേടിയെടുക്കുവാൻ ഇവർക്ക് സാധിക്കും. അത് ഭാവിയിൽ പല കാര്യങ്ങൾക്കും ഇവർക്ക് ഉപകാരപ്രദമായി മാറുകയും ചെയ്യും. ശാന്തമായ സ്വഭാവം എടുത്തു പറയേണ്ടതായ ഒരു പ്രത്യേകതയാകുന്നു. മൂല നക്ഷത്രത്തിന് പൊതുവിൽ ശാന്തമായ സ്വഭാവമാണ് ഉള്ളത്. അതിനാൽ മറ്റുള്ളവർക്ക് പോലും ഇവരോട് വളരെയധികം ഇഷ്ടം തോന്നുകയും ഇവരുമായി പ്രവർത്തിക്കുവാൻ വളരെയധികം ആളുകൾ ആഗ്രഹിക്കുകയും ചെയ്യുന്നതാണ്. ചിലപ്പോൾ അസ്വസ്ഥത ഇവർ പ്രകടിപ്പിക്കുകയും ചെയ്യും. അത് ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഇവർക്ക് അത്തരം കാര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുന്നതായ അവസരത്തിൽ ഇവർ പ്രതീക്ഷിക്കാത്തതായ ചില കാര്യങ്ങൾ, പ്രതീക്ഷിച്ചതിനേക്കാൾ വിരുദ്ധമായ ചില കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ അസ്വസ്ഥത ഇവർക്ക് വളരെയധികം വർദ്ധിക്കുവാനുള്ള സാധ്യത കൂടുതലാണ്. ജീവിതം ആസ്വദിക്കണം എന്ന് ആഗ്രഹിക്കുകയും അത്തരത്തിൽ പ്രവർത്തിക്കുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നവരാണ്. അത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തും. സ്വതന്ത്രമായ ചിന്താഗതി വച്ച് പുലർത്തുന്നവരാണ് ഇവർ. സ്വന്തമായി തന്നെ കാര്യങ്ങൾ ചെയ്യണം. സ്വന്തമായി എടുക്കുന്ന തീരുമാനങ്ങൾ പ്രാവർത്തികമാക്കണം. അത്തരം ചിന്തകൾ ഇവരുടെ മനസ്സിലേക്ക് സദാ വന്ന് ചേരുന്നതാണ്. എന്നാൽ പലപ്പോഴും സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെടുന്നതായ അവസ്ഥകൾ ഇവരുടെ ജീവിതത്തിൽ വേണ്ടപ്പെട്ടവരുമായി ബന്ധപ്പെട്ട് വന്ന് ചേരാവുന്നതാണ്. അതിവർക്ക് സഹിക്കാവുന്നതിലും അപ്പുറമാണ്. എങ്കിലും പലപ്പോഴും അത് സഹിച്ച് മുന്നോട്ട് പോകുന്നവർ തന്നെയാണ് എന്ന് പരാമർശിക്കാം. ജോലിയിൽ സാമർഥ്യം പ്രകടമാക്കുവാൻ സാധിക്കുന്നവരാണ് ഇവർ. അതിനാൽ ജോലിയിൽ മുന്നേറ്റങ്ങൾ നടത്തുവാൻ സാധിക്കുന്ന വ്യക്തികളാണ് എന്ന് നിസ്സംശയം പറയാം. കൂടാതെ ആത്മീയ കാര്യങ്ങളിൽ വളരെയധികം താല്പര്യം പുലർത്തുന്നവരാണ് എന്നതും ഇവരുടെ പ്രത്യേകതയായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കും. അത് ഇവരുടെ ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതായ കാര്യങ്ങളാകുന്നു. കൂടാതെ ഇവർ വളരെയധികം വിശ്വാസം ഉള്ള വ്യക്തികളാകുന്നു. മറ്റുള്ളവർക്ക് മാത്രമല്ല, ഒപ്പം നിൽക്കുന്നവർക്ക് പോലും ഇവർക്ക് വളരെയധികം വിശ്വാസം അത് നേടിയെടുക്കുവാൻ സാധിക്കുന്നവരാണ്. തീർച്ചയായും അതിനാൽ പല കാര്യങ്ങളും ഇവരെ മറ്റുള്ളവർ അറിഞ്ഞുകൊണ്ട് ഏൽപ്പിക്കുന്നതുമാണ്. ഈശ്വര വിശ്വാസം എപ്പോഴും ജീവിതത്തിന്റെ ഭാഗമാക്കി മുന്നോട്ട് പോകുന്നവരാണ് ഇവർ. മറ്റുള്ളവരെ സഹായിക്കാനുള്ള ഒരു മനസ്ഥിതി ഇവർക്ക് ഉണ്ട്. അത് പല അവസരങ്ങളിലും ഇവർ പ്രകടമാക്കുന്നതായ കാര്യമാകുന്നു. കൂടാതെ കരുണ ഏവരോടും വച്ച് പുലർത്തുവാൻ ആഗ്രഹിക്കുന്നവരാണ് ഇവർ. ഭാഗ്യമുള്ളവരാണ് ഇവർ. എപ്പോഴും പല കാര്യങ്ങളിലും അത് പ്രകടമാകുന്ന സാഹചര്യങ്ങളും ജീവിതത്തിലേക്ക് വന്നു ചേരും. ഭാഗ്യം ഇവർക്ക് അനുകൂലമാകുന്ന സാഹചര്യങ്ങളാണ് ജീവിതത്തിൽ സംഭവിക്കുക. തീർച്ചയായും അതിനാൽ പലവിധ നേട്ടങ്ങൾ ജീവിതത്തിൽ സ്വന്തമാക്കുവാൻ സാധിക്കുന്നവർ കൂടിയാണ് ഇവർ. പ്രതികൂലമായ പല കാര്യങ്ങൾ പോലും ഇവർക്ക് അനുകൂലമായി തീരുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. കൂടാതെ മറ്റുള്ളവർ പലപ്പോഴും നിങ്ങളുടെ സഹായം നേടിയെടുക്കുകയും പിന്നീട് ഒരു അവസരത്തിൽ നിങ്ങൾ സഹായം ചോദിക്കുന്നതായ അവസരത്തിലോ നിങ്ങൾക്ക് ആവശ്യമുള്ള സമയത്തോ അവരിൽ നിന്നും തിരികെ ലഭിക്കാത്തതായ സാഹചര്യങ്ങൾ ഉണ്ട്.
അതുമായി ബന്ധപ്പെട്ട ചില വിഷമങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായി എന്ന് വരാം. നിങ്ങൾ ചോദിച്ചില്ല എങ്കിൽ പോലും കണ്ടറിഞ്ഞ് ചെയ്യുവാൻ മറ്റുള്ളവർ താല്പര്യപ്പെടണം എന്നില്ല. അതും നിങ്ങൾക്ക് വളരെയധികം വിഷമങ്ങൾക്ക് കാരണമായി തീരും. നേതൃപാടവം ഉള്ള വ്യക്തികളാണ് നിങ്ങൾ. ധൈര്യം നിങ്ങളുടെ എടുത്ത് പറയേണ്ടതായ ഒരു കാര്യമാണ്. നേതൃപാടവത്താൽ നേട്ടങ്ങൾ സ്വന്തമാക്കുവാനും മുന്നിൽ നിന്ന് നയിക്കുവാനും സാധിക്കുന്നവർ എന്ന പ്രത്യേകത നിങ്ങൾക്കുണ്ട്. ഉറച്ച തീരുമാനങ്ങൾ എടുക്കുവാനും തീരുമാനങ്ങൾ എടുക്കുമ്പോൾ മറ്റുള്ളവർക്ക് എന്ത് സംഭവിക്കും, അല്ലെങ്കിൽ ശരിയായ രീതിയിലുള്ള തീരുമാനം എടുക്കുമ്പോൾ മറ്റുള്ളവർ വിഷമിക്കുമോ എന്ന ചിന്ത നിങ്ങൾക്കുണ്ടാകണം എന്നില്ല. ആ തീരുമാനം ശരിയായ രീതിയിൽ എടുക്കണം എന്ന് മാത്രം ചിന്തിച്ച് തീരുമാനങ്ങൾ എടുക്കുന്നവരാണ് നിങ്ങൾ. നിയമങ്ങൾ പാലിക്കുവാൻ ആഗ്രഹിക്കുന്നവരും അതെപ്പോഴും അത്തരത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നവർ കൂടിയാണ് ഇവർ. അച്ഛനുമായി ബന്ധപ്പെട്ട് ഇവർക്ക് പല അവസരങ്ങളിലും സഹായക്കുറവ് വന്നു ചേരാം. പ്രതീക്ഷിക്കുന്നതായ സഹായങ്ങൾ അല്ലെങ്കിൽ ഇവർ ആഗ്രഹിക്കുന്നതായ ചില കാര്യങ്ങൾ അച്ഛനിൽ നിന്നും ലഭിക്കണം എന്നില്ല. അതവർക്ക് വളരെയധികം വിഷമങ്ങൾ നൽകുന്നതിന് കാരണമായി തീരാം. അത് ചെറുപ്പത്തിലോ അല്ലെങ്കിൽ കുട്ടികളായിരിക്കുന്ന സമയത്തോ മറ്റോ ആകാവുന്നതുമാണ്. ഉദാരമായി മറ്റുള്ളവരെ സഹായിക്കുന്നു എന്നതും ഇവരുടെ പ്രത്യേകതയായി തന്നെ പരാമർശിക്കാം. ക്ഷമാശീലം എടുത്തു പറയേണ്ടതായ ഒരു പ്രത്യേകതയാകുന്നു. പലപ്പോഴും ക്ഷമ നശിക്കുന്നതായ ശീലം ഇവർക്കില്ല എന്നതാണ് വാസ്തവം. പരമാവധി പിടിച്ചു നിൽക്കുവാൻ താല്പര്യപ്പെടുന്നവരും അത്തരത്തിൽ മുന്നോട്ട് പോകുന്നവർ കൂടിയാണ് ഇവർ. ശുഭാപ്തി വിശ്വാസം എപ്പോഴും ജീവിതത്തിൽ വച്ച് പുലർത്തുന്നു എന്നത് ഇവരുടെ പ്രത്യേകതയായി തന്നെ പരാമർശിക്കാം. എപ്പോഴും സന്തോഷം ജീവിതത്തിൽ കൊണ്ടുവരണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് നിങ്ങൾ. കൂടാതെ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേർന്നിരിക്കുന്നതായ ആ ദുഃഖ ദുരിതങ്ങൾ എപ്രകാരം പരിഹരിക്കണം എന്ന ബോധ്യം ഇവർക്കുണ്ട് എന്നതും പ്രത്യേകതയായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കും. മറ്റുള്ളവരെ ഉപദേശിക്കുന്നവർ തന്നെയാണ് ഇവർ. എന്നാൽ പലപ്പോഴും സ്വന്തം ജീവിതത്തിൽ അത് പ്രായോഗികമാകണം എന്നില്ല, അല്ലെങ്കിൽ ഇവർ അത് പ്രയോഗിക്കില്ല എന്നതാണ് വാസ്തവം. അതിനാൽ ചില തിരിച്ചടികൾ വന്നു ചേർന്നു എന്ന് വരാം. പലപ്പോഴും തൊഴിൽ ജീവിതത്തിൽ മാറിക്കൊണ്ടേ ഇരിക്കുന്നവരാകുന്നു. പലപ്പോഴും ഒരു കാര്യത്തിൽ സ്ഥിരമായി നിൽക്കാത്തവരാണ് എന്ന് തന്നെ പരാമർശിക്കാം. പലപ്പോഴും തൊഴിൽ മാറിക്കൊണ്ടേ ഇരിക്കുന്നവരാകുന്നു. ഒരു പ്രത്യേകമായ സ്വഭാവം ഇവർക്ക് പല സമയങ്ങളിലും പ്രകടിപ്പിക്കുന്നവരാകുന്നു. കഴിവതും വിദേശ ജോലിയായിരിക്കും ഇവർക്ക് യോജിച്ചത്, അല്ലെങ്കിൽ അത്തരം താല്പര്യങ്ങളായിരിക്കും കൂടുതൽ ഇവർക്ക് ഉണ്ടാവുക. ബിസിനസ് ആയാലും ജോലിയായാലും വിദേശത്താണ് എങ്കിൽ ഇവർക്ക് അല്പം മേന്മ അല്ലെങ്കിൽ ലാഭം അല്പം കൂടുതലായി ലഭിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. ഏത് തൊഴിലിലും തിളങ്ങുന്നവർ എന്ന പ്രത്യേകത ഇവർക്കുണ്ട്. ശ്രമിക്കുകയാണ് എങ്കിൽ ആ കാര്യങ്ങൾ ഇവർക്ക് അനുകൂലമായി തീരുന്നു എന്നതാണ് വാസ്തവം. കൂടാതെ കുടുംബ ജീവിതവുമായി ബന്ധപ്പെട്ട് ഏറ്റക്കുറച്ചിലുകൾ ഉള്ളതായിരിക്കും. ചില സമയങ്ങളിൽ തർക്കം ഉണ്ടാകുവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. എന്നാൽ അത് പരിഹരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. അതിനാൽ താൽക്കാലികമായി ഇത്തരം പ്രശ്നങ്ങളെ മനസ്സിലാക്കി നിങ്ങൾ ഒഴിവാക്കുവാൻ നിങ്ങൾ ശ്രമിക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ പ്രധാനമായും ധാരാളമായി പണം ചെലവഴിക്കുന്നവരാണ്. അത് നിങ്ങൾക്ക് വേണ്ടി മാത്രമാകണം എന്നില്ല. നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടിയും ഇത്തരത്തിൽ പണം ചെലവാക്കേണ്ടതായി വരാം, അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവർക്കായും ഇത്തരത്തിൽ പണം ചെലവാക്കേണ്ടതായി വരാം. എന്നാൽ അവർ തിരിച്ച് നിങ്ങളുടെ ആവശ്യത്തിന് പണം ചെലവാക്കുവാനുള്ള സാധ്യതകൾ പൊതുവിൽ കുറവാകുന്നു. ശാന്തരായ ഇവർ മറ്റുള്ളവരോട് വളരെ സൗമ്യമായി പെരുമാറുന്നവരാണ്. ഇത് ഏവർക്കും വളരെയധികം താല്പര്യം നൽകുന്നതായ കാര്യമാണ്. സുഖലോലുപരാണ് ഇവർ എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. മറ്റുള്ളവർക്ക് നന്മ ചെയ്യാനും ഉപകാരപ്രദമായ പ്രവൃത്തികൾ ചെയ്യാനും ഇവർക്ക് താല്പര്യം ഉണ്ടാവുക തന്നെ ചെയ്യും. വലിയ അഭിമാനികളാണ് ഇവർ. പെരുമാറ്റത്തിൽ പലപ്പോഴും ചാപ്പല്യവും അസ്ഥിരതയും കാണിച്ചുകൊണ്ടേ ഇരിക്കുന്നതാണ്. കർമ്മകുശലരായ ഇവർ സ്വാതന്ത്ര്യം ഇഷ്ടപ്പെടുന്ന വ്യക്തികൾ തന്നെയാണ്. മറ്റുള്ളവരുടെ നിയന്ത്രണത്തിൽ ജീവിക്കാൻ ഇഷ്ടപ്പെടാത്തവരാണ് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. സ്വന്തം കാലിൽ നിൽക്കണം എന്ന് അതിയായി ആഗ്രഹിച്ച് മുന്നോട്ട് പോകുന്നവരാണ്. ഈ കാര്യങ്ങൾ മനസ്സിലാക്കി തന്നെ നിങ്ങൾ മുന്നോട്ട് പോവുക. അത് ജീവിതത്തിൽ വന്നു ചേരുന്ന പല കാര്യങ്ങളെയും മുൻകൂട്ടി കണ്ട് ഒഴിവാക്കുവാൻ നിങ്ങൾക്ക് സഹായകരമായി തീരും.